വെൽക്കം ഓൾ. നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പുതിയൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ ആണിത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2019. 31/3/2019 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ തുടക്കത്തിൽ തന്നെ തന്നിരിക്കുന്നത് ഒരു ബാലൻസ് ഷീറ്റ് ആണ്. ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലൻസ് ഷീറ്റ് ഓൺ 1/4/2018, അതായത് ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ളത്. അതായത് നമുക്ക് റെസീറ്റ് നമ്മുടെ അടുത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാൻ പറഞ്ഞേക്കുന്നത് 31/3/2019 ആണ്. അപ്പൊ അതാണ് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വർഷാവസാനം എന്ന് പറയുന്നത് ഇതാണ്. വർഷത്തിന്റെ തുടക്കത്തിലുള്ള ഒരു ബാലൻസ് ഷീറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള ബാലൻസ് ഷീറ്റ് തരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഈ പറയുന്ന നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലായിരിക്കും തരിക. പ്രത്യേകം ആലോചിക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്? നമുക്ക് സാധാരണ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ലേ തരുന്നത്? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. സാധാരണ അങ്ങനെയാണ് തരുന്നത്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാൻ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകും. നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ്. ഈ അഡ്ജസ്റ്റ്മെന്റിലുള്ള ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 2-3 ഇത് കൂടാതെ അഡീഷണൽ വേറെയും ചില, അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ വരുന്ന ഈ അഡ്ജസ്റ്റ്മെന്റുകളിൽ കുറേയധികം അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലായിരിക്കും. അപ്പോൾ നമ്മളുടെ അഡീഷണൽ ഇൻഫർമേഷനിൽ സാധാരണ ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 അഡീഷണൽ ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഒരു ബാലൻസ് ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് 1/4/2018 ഈ ഓപ്പണിംഗ് ഡേറ്റുള്ള ബാലൻസ് ഷീറ്റ് തന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ചില ഇൻഫർമേഷൻ ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. അതുകൂടാതെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ ആവശ്യം വരാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മാത്രം തയ്യാറാക്കാനേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് വരുന്ന ചില കാര്യങ്ങൾ, ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ വരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുണ്ട്. അതേപോലെ ഫണ്ടുകളെല്ലാം ലയബിലിറ്റി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ ഫണ്ട്, അതേപോലെ സ്പോർട്സ് ഫണ്ട്, അതേപോലെ ബിൽഡിംഗ് ഡൊണേഷൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ തരേണ്ട ഒരു സംഗതി ഇവിടെ തന്നിരിക്കുകയാണ്. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതേപോലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്. അപ്പം അതേപോലെ പിന്നെ അസറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, അതേപോലെ ഇവിടെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് ഈ പറയുന്ന ലയബിലിറ്റി സൈഡിൽ തന്നിരിക്കുന്നെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് അസറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാഷ്, ബാങ്ക്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം 1/4/2018 ആണ്. അപ്പോൾ 1/4/2018 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് സാധാരണഗതിയിൽ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും തരുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ് പറയേണ്ട ഈ കാര്യം, അതായത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള 1/4/2018 ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് തന്നിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നതിന് പകരം ഇത് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് സാധാരണഗതിയിൽ നമ്മൾക്ക് ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റിൽ തരുന്ന സംഗതി ഇവിടെ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അതേപോലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അത് സാലറി എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസ് ആയിരിക്കും. അപ്പൊ ആ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ തന്നിരിക്കുന്നു. അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന, അതായത് ഓപ്പണിംഗ് ഡേറ്റ് ആണ് 1/4/2018. ഓപ്പണിംഗ് ഡേറ്റിലുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സാധാരണഗതി ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ് വരുന്നത്. പക്ഷെ അത് ഇപ്പൊ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ വീണ്ടും വരുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡ്. അസറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പിന്നെ ഫർണിച്ചർ ഉണ്ട്. ഇപ്പൊ ഫർണിച്ചറിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ താഴോട്ട് പോകുമ്പോഴാണ് നോക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് നമ്മുടെ നിക്ഷേപമാണ്. പിന്നെ ഇവിടെ കാണുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ നമുക്കറിയാം ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് തീർച്ചയായിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പണിംഗ്, ഇത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണെന്ന് പറഞ്ഞു. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ് 1/4/2018 എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ ഈ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പൊ ഇതും സാധാരണ അഡ്ജസ്റ്റ്മെന്റിൽ തരുന്നതാണ്. അല്ലെങ്കിൽ പക്ഷേ ഇത് നമുക്കിവിടെ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നു, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നു. അപ്പൊ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഈ കാണുന്നത്. പിന്നീട് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള നമ്മുടെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിൽ വരേണ്ടതാണ്. കാരണം സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട്. അതായത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസും ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും. അതേപോലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഓപ്പണിംഗ് ഡേറ്റും ഇവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ ഉള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുന്ന, നമ്മുടെ ക്വസ്റ്റ്യനിൽ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അതായത് 31/3/2019 ഇയർ എൻഡഡ്. ഇതാണ് ശരിക്കും പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 31/3/2019 നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇവിടെ തന്നിരിക്കുകയാണ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും, അത് നമ്മുടെ ഈ പറയുന്ന ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. അത് ഇൻകം ആണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കും, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ട്. പിന്നെ ഡൊണേഷന് എന്ന് മാത്രമേ പറയൂ. ജനറൽ ആണോ സ്പെസിഫിക് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ എങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും പറയും. ഡൊണേഷൻ സ്പെസിഫിക് ആണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. ജനറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് എടുക്കുന്നത്. ഇത് രണ്ടും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക്, നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് നോക്കും. അഡ്ജസ്റ്റ്മെന്റിലും ഡൊണേഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സാധനം നേരെ ബാലൻസ് ഷീറ്റിൽ എടുക്കാം. എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ്മെന്റിലും ഈ ഡൊണേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കാം. പക്ഷേ ഇവിടെ ഡൊണേഷനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. പിന്നെ ലെഗസീസ്, ജനറൽ ലെഗസീസ് നമുക്കറിയാം, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് പോകേണ്ടത്. പിന്നെ സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി കിടപ്പുണ്ട്. സാധാരണഗതിയിൽ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്പോർട്സ് ഫണ്ട് ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു സ്പോർട്സ് ഫണ്ട് നമ്മുടെ പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമുക്കൊരു സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ഇവിടെ കാണുന്നുണ്ട്. സ്പോർട്സ് ഫണ്ട് നമുക്കിവിടെ തരുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ, ഇൻകം എല്ലാം അതിലാണ് ചെയ്യേണ്ടത്. അതായത് സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ്. അപ്പൊ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ സ്പെഷ്യൽ ഫണ്ട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്പെഷ്യൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇൻകവും എക്സ്പെൻസും എല്ലാം ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. നിങ്ങൾ ആദ്യമായിട്ടാണിത് ഇവിടെ വന്ന് ഈ പ്രോബ്ലം ആണ് ആദ്യം നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ്, അപ്പൊ സ്പോർട്സിനൊരു ഫണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാ ഇൻകവും, അതായത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻകവും എക്സ്പെൻസും ആ സ്പോർട്സ് ഫണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇൻകം വല്ലതും ഉണ്ടെങ്കിൽ സ്പോർട്സ് ഫണ്ടിനോട് കൂട്ടുകയും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യണം. അത് എന്നിട്ട് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോ ഈ സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ് നമ്മൾ എവിടെ എടുക്കില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. ഈ സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. എന്താണ് കാര്യം? സാധാരണഗതിയിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരേണ്ട ഒരു സംഗതിയാണ്, ഒരു വരുമാനമാണ്. സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു വരുമാനമാണ്. സാധാരണഗതിയിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. എന്താ കാര്യം? അതിനുവേണ്ടി, സ്പോർട്സിന് വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് സ്പോർട്സിനെ കുറിച്ചൊരു സ്പോർട്സ് ഫണ്ട് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ആ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻകവും എല്ലാ എക്സ്പെൻസും ആ ഫണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് ബാലൻസ് ഷീറ്റിലാണ് ചെയ്യേണ്ടത്.
അപ്പൊ ഈ സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ് നമ്മൾ എവിടെ എടുക്കില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാൻ പാടില്ല. ഇത് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ സ്പോർട്സ് ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനുള്ളതാണ്. പിന്നെ സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് നമുക്കറിയാം, അത് വരുമാനമാണ്, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കും. ഡൊണേഷൻ ടു സ്പോർട്സ് ഫണ്ട്, അതും നമുക്കറിയാം, സ്പോർട്സുമായിട്ട് നമുക്ക് ഡൊണേഷൻ കിട്ടിയതാണ്. തീർച്ചയായിട്ടും ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്പോർട്സ് ഫണ്ടിൽ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് നമ്മൾ എവിടെ എടുക്കില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. ഇതെല്ലാം സ്പോർട്സ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡൊണേഷൻ ടു സ്പോർട്സ് ഫണ്ട് എന്ന് പറയുന്നതും ഈ പറയുന്ന സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ബാലൻസ് ഷീറ്റിലായതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇത് രണ്ടും ഉൾപ്പെടുത്താൻ പാടില്ല. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ സാലറീസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ സബ്സ്ക്രിപ്ഷന് തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് നമ്മൾ അതുകൊണ്ട് ഇവിടെ വരയിടുന്നു. സബ്സ്ക്രിപ്ഷൻ എന്തായാലും സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു പ്രോബ്ലമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ തന്നെ കണ്ടതാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ സാലറീസിനെ കുറിച്ച് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 400 എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഒന്ന് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് സാലറീസ് എന്ന് പറയുന്നതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. സാലറീസിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നീട് സ്റ്റേഷനറി തന്നിരിക്കുന്നു. ഇത് നമുക്കറിയാം എക്സ്പെൻസ് ആണ്. സ്പോർട്സ് എക്സ്പെൻസസ്, അപ്പൊ നമുക്കറിയാം എക്സ്പെൻസ്, ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സ്പോർട്സ് എക്സ്പെൻസസ് ആണല്ലോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കണ്ടേ? നമ്മൾ എടുക്കില്ല. എന്താ കാര്യം? സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്പോർട്സിന്റെ ഇൻകം കണ്ടോ, സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ് എന്ന് പറയുന്നത് സ്പോർട്സിൽ നമുക്ക് കിട്ടിയ ഇൻകം ആണ്. കാരണം റെസീപ്റ്റ് സൈഡിൽ വരുന്നെല്ലാം ഇൻകവും പേയ്മെന്റ് സൈഡിൽ സാധാരണ വരുന്ന ഐറ്റങ്ങളിൽ എക്സ്പെൻസ് ഉണ്ട്. റെസിപ്റ്റ് സൈഡിൽ വരുന്ന ഐറ്റങ്ങൾ ഇൻകവും ഉണ്ടാവാറുണ്ട്. അപ്പം റെസിപ്റ്റ് സൈഡിൽ ഒന്നുകിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റവന്യൂ റെസിപ്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഇൻകം വരാം, ഇൻകം അല്ലാതെ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റങ്ങളും വരാം. എന്തായാലും റെസിപ്റ്റ് സൈഡിൽ വരുന്നത് ഇൻകം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പൊ ഈ സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ് നമുക്കൊരു വരുമാനമാണല്ലേ, നമുക്ക് വരുമാനം കിട്ടുന്നു, സ്പോർട്സ് ടിക്കറ്റ് വിട്ട് വരുമാനം കിട്ടുന്നു. പക്ഷെ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുന്നില്ല. പകരം എവിടെ എടുത്തേ? സ്പോർട്സ് ഫണ്ടിൽ ആഡ് ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഇതിന് പകരം പ്രത്യേക ഒരു ഫണ്ട് ഉണ്ട്. അപ്പൊ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകൾക്കും നമ്മൾ എന്താ ചെയ്യാൻ പാടില്ല? പ്രത്യേകം എടുക്കാൻ പാടില്ല. അല്ല, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാൻ പാടില്ല. അത് നമ്മൾ എടുക്കേണ്ടത്. അപ്പോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളും നമ്മൾ എവിടെ എടുക്കാൻ പാടില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാൻ പാടില്ല. സാധാരണഗതിയിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇത് എടുക്കണ്ടല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. എക്സ്പെൻസുകൾ, സ്പോർട്സ് എക്സ്പെൻസ് സാധാരണ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കേണ്ടതാണ്. പക്ഷെ ഈ കേസ് ഇവിടെ നമ്മൾ എടുക്കാത്തതിന് കാരണം അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് ഉണ്ടായതുകൊണ്ടാണ്. ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇൻകവും അതേപോലെ എക്സ്പെൻസും ഫണ്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റിലാണ്. അതങ്ങനെ നമ്മൾ ആ സ്പെഷ്യൽ ഫണ്ടുകളെ കുറിച്ചുള്ള പ്രോബ്ലം കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. പിന്നെ എന്റർടൈൻമെന്റ് എക്സ്പെൻസ്, അത് നമുക്കറിയാം, അത് സാധാരണ നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്നത് പിന്നെ ഫർണിച്ചർ ആണ്. ഇവിടെ ഫർണിച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഫർണിച്ചർ വാങ്ങിയതാണ് അല്ലെ, ഇവിടെ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ വാങ്ങി. അപ്പൊ ഇത് എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പറ്റൂല്ല. ഇതൊരു അസറ്റ് ആണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അസറ്റ് ആണ്. ഇത് നമ്മുടെ എവിടെ വരേണ്ടത്? ബാലൻസ് ഷീറ്റിലാണ് വരേണ്ടത്. പക്ഷെ ഇത് വാങ്ങിച്ച ഡേറ്റ് പറയുന്നുണ്ട് 1/10/2018. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫർണിച്ചറിനെ സംബന്ധിച്ച് ഉണ്ടാകും. അത് മിക്കവാറും ഡിപ്രീസിയേഷൻ ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ ഫർണിച്ചർ ഒന്ന് വാങ്ങിയത് കാര്യം പറഞ്ഞതിന് ശേഷം അതിന്റെ എന്താണ് പറയുന്നത്, ഡേറ്റൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫർണിച്ചറിനെ സംബന്ധിച്ച് വരും. ഫർണിച്ചർ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാൻ പാടില്ല. കാരണം ഇതൊരു ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാൻ പാടില്ല. പ്രത്യേകം ആലോചിക്കണം. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കേണ്ടത്. സാധാരണ എക്സ്പെൻസുകൾ, ഡേ ടു ഡേ എക്സ്പെൻസ്, ദൈനംദിന എക്സ്പെൻസുകളാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കേണ്ടത്. സാലറീസ് ദൈനംദിന എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അതുകൊണ്ടാണ് എടുത്തത്. സ്റ്റേഷനറി നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അത് ദൈനംദിന ദിവസേന ഉണ്ടാകുന്ന എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുത്തത്. സ്പോർട്സ് എക്സ്പെൻസ് യഥാർത്ഥത്തിൽ പറയുന്ന ദൈനംദിന എക്സ്പെൻസ് ആയിട്ടൊക്കെ വരാം. പക്ഷേ ഇതിന് പ്രത്യേക ഫണ്ട് ഉണ്ടായതുകൊണ്ട് നമ്മളത് ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. മീൻസ് സ്പോർട്സ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സ് ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്റർടൈൻമെന്റ് എക്സ്പെൻസും, അതായത് വിനോദ ചിലവുകൾ, അത് നമുക്കറിയാം ദൈനംദിനമായിട്ട് നടത്തുന്ന ചെലവാണ്. അത് നമ്മൾ എവിടെ എടുക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കും. ഫർണിച്ചർ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കാത്തതിന്റെ കാരണം എന്താണ്? ഇത് അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിലേ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഇതിന് ഡേറ്റ് പറയുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്.
8% ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മൾ പൈസ നിക്ഷേപിച്ചതാണ്, ഏതെങ്കിലും FD-ലോ വല്ലതും നിക്ഷേപിച്ചതാകാം, ഗവൺമെന്റ് ബോണ്ടിലോ ഗവൺമെന്റ് സെക്യൂരിറ്റിയിലോ എവിടെങ്കിലും നിക്ഷേപിച്ചതാകാം. അപ്പോൾ ഇത് നിക്ഷേപമാണ്. നിക്ഷേപം എന്ന് പറയുന്ന അസറ്റാണ്. ഒരിക്കലും ഇത് എവിടെ എടുക്കാൻ പാടില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്പോർട്സ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങിയതാണ്. തീർച്ചയായിട്ടും അത് എന്താണ്? അത് അസറ്റാണ്. സ്പോർട്സ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അസറ്റാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ സ്പോർട്സ് എക്യുപ്മെന്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31/3/2019. 31/3/2019 എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ ഇത് 31/3/2019 എന്ന് പറയുമ്പോൾ എന്താണിത്? ഇത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്നുള്ള കാര്യം. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. പിന്നെ 1/3 ഓഫ് സബ്സ്ക്രിപ്ഷൻ അല്ല, അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1/3 ഓഫ് ഡൊണേഷൻ. ഓക്കെ, 1/3 ഓഫ് ഡൊണേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻകം എന്ന് പറയുന്നുണ്ട്. 1/3 ഓഫ് ഡൊണേഷൻ. അപ്പൊ നമ്മള് ഡൊണേഷനെ കുറിച്ച് പറഞ്ഞത് ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ് ഡൊണേഷൻ? 51,000. ഇത് സ്പെസിഫിക് ആണോ ജനറൽ ആണോ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ പറയുന്നു? നമുക്ക് 1/3 ഡൊണേഷനെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് 1/3 മാത്രം ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എടുക്കണം? 1/3 ഭാഗം നിങ്ങൾ 1/3 1/3 എന്ന് പറയുന്നത് നമ്മൾ എവിടെ എടുക്കേണ്ടി വരും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കണമെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു പ്രോബ്ലം ചെയ്തത് ക്യാപിറ്റലൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് എഴുതാനാണ് അർത്ഥം. ഇവിടെ എന്ന് വെച്ചാൽ ഇൻകം ആയിട്ട് എഴുതണമെന്നാണ് പറഞ്ഞത്. 1/3 എന്ന് വെച്ചാൽ നിങ്ങൾ 1/3 ഭാഗം, ഡൊണേഷന്റെ 1/3 ഭാഗം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതണം. അതേപോലെ 5% ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ്? ഫർണിച്ചറിനെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതെന്താണ്? അതിന് ഡിപ്രീസിയേഷൻ കൊടുക്കണം. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ ഫർണിച്ചർ ഉണ്ട്. ഓൾഡ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫർണിച്ചർ ഉണ്ട്. ആ ഫർണിച്ചർ കൂടാതെ നമ്മൾ പുതിയതായിട്ട് ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട് 1/10/2018. അതിന് 5% ഡിപ്രീസിയേഷൻ കൊടുക്കണമെന്നാണ് 5% ഡിപ്രീസിയേഷൻ കൊടുക്കണമെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഈ ക്വസ്റ്റ്യനിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള കാര്യങ്ങൾ ചിലത് നിങ്ങൾ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ എടുക്കണം. അതായത് ഇതിനകത്ത് വരുന്ന പ്രത്യേകിച്ച് കറണ്ട് അസറ്റുകൾ, കറണ്ട് ലയബിലിറ്റീസ്, ഇതാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതെന്ന് പറയുന്നത് ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. അതേപോലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. പിന്നെ ഇനി ഈ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. തീർച്ചയായിട്ടും സബ്സ്ക്രിപ്ഷന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുമെന്ന് നമുക്കറിയാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അപ്പൊ സാലറിയിൽ എന്തായാലും അപ്പൊ ഇത് രണ്ടും ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസും സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങുമാണ്. അതേപോലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് വീണ്ടും സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ് തന്നതുപോലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിംഗ് ഡേറ്റ് തന്നു. ഇതെന്താ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയാൻ കാരണം? നമ്മുടെ ബാലൻസ് ഷീറ്റ് ഓൺ 1/4/2018 ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ടാണ് ഈ ഐറ്റങ്ങളെല്ലാം തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ഐറ്റം ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പൊ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇവിടെ നിന്ന് വരയ്ക്കുന്നു. ഓക്കെ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ഫോർമാറ്റ് വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ ഇൻകം സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇൻകം സൈഡിലേക്ക് അല്ലെ ആദ്യമേ നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ റെസീപ്റ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്നു. റെസീപ്റ്റ് സൈഡിൽ ആദ്യമേ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. അത് നമ്മൾ സാധാരണഗതിയിൽ എടുക്കാറില്ല എന്ന് പറഞ്ഞു. പിന്നെ ആദ്യമായിട്ട് എന്താണ്? സബ്സ്ക്രിപ്ഷൻ ആണ് 74,000 രൂപ. അപ്പൊ അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ തൽക്കാലം നമുക്ക് എഴുതിയിടാം 74,000 അല്ലെ. ഇൻകം സൈഡാണല്ലോ, ഇൻകം ആണല്ലോ അത്. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള കാര്യം നമ്മൾ എഴുതിയിടുന്നു. എത്രയാണ്? 74,000 എഴുതിയിട്ടു.
ഇനി അതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ തന്ന അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ്, ഇത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ് ആണ് അല്ലെ. സബ്സ്ക്രിപ്ഷൻ ഇത് കാരണം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ അഡ്ജസ്റ്റ്മെന്റാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് 3 അഡ്ജസ്റ്റ്മെന്റ് ആണുള്ളത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പൊ നമുക്ക് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ് എടുത്താലോ? ഇത് എടുത്താലോ? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ് 6100. അപ്പൊ അത് നമുക്ക് എടുക്കാം അല്ലേ. അപ്പൊ അത് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതെന്താണ്? ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റ് ആണ് നമ്മൾ. അപ്പൊ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6100 ആണ്. ഈ 6100 നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ സംശയം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നമ്മുടെ ചാർട്ടിലേക്ക് പോകണം. നമ്മുടെ ചാർട്ടിൽ പറയുന്ന കാര്യം എന്താണ്? ചാർട്ട് മീൻസ് നമ്മുടെ ഒരു ഗ്രാഫ്, നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് പരിചയപ്പെട്ടല്ലോ. ആ ഒരു ഗ്രാഫിൽ പറയുന്നത് എന്താണ്? സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു ചാർട്ട് ഇതാണ്. അപ്പൊ അതിൽ പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള അഡ്വാൻസ്, ഓപ്പണിംഗ് ഡേറ്റ്, അതായത് ഓപ്പണിംഗ് ഡേറ്റ് തുടക്കത്തിലുള്ള അഡ്വാൻസ് എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താ ചെയ്യേണ്ടേ? കൂട്ടുകയാണ് വേണ്ടത്. ഓപ്പണിംഗ് ഡേറ്റിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ ഈ ടേബിള് വീണ്ടും ഞാൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലുള്ള അഡ്വാൻസ് കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തന്നിരിക്കുന്ന ഓപ്പണിംഗ് ഡേറ്റിലുള്ള അഡ്വാൻസ് അല്ലേ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് എന്താ ചെയ്യണ്ടേ? ഇത് നമുക്ക് കൂട്ടാനുള്ളതാണ്. അപ്പൊ ഇത് കൂട്ടിയിട്ട് നമുക്ക് അതിന്റെ താഴോട്ട് എഴുതാം. കൂട്ടിയിട്ട് നമുക്ക് എത്ര കിട്ടുന്നേ? കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര വരുന്നു? 80,100 എന്ന് വരുന്നു. ഇത് കൂട്ടിക്കഴിയുമ്പോൾ അപ്പോൾ 80,100 എന്ന് വരുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ ആദ്യമേ പരിഗണിക്കുന്നത്. അപ്പം ആദ്യമേ ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ എടുത്തു. ഇനി നമ്മൾ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ തന്നെ വീണ്ടും പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്നാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് 4500 ഉണ്ട് നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ ഈ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ആദ്യമേ നമ്മുടെ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമുക്ക് എഴുതാം. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ എന്നാണ് ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മൾ ഉള്ളത് അതിന് എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഓപ്പണിംഗ് ഡേറ്റ്. അത് എന്താ ചെയ്യേണ്ടത്? കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് നമ്മൾ വീണ്ടും നമ്മുടെ ചാർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ചാർട്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ അഡ്വാൻസ് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു? കൂട്ടണമെന്ന് പറഞ്ഞു. ഇനി ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെ, നമുക്ക് ഇനി അടുത്തത് ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് വേണ്ടത്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യന് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഓപ്പണിംഗ് ഡേറ്റ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ അത് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? എമൗണ്ട് എന്ന് പറയുന്നത് 4500 ആണ്. അപ്പൊ 4500 നമ്മൾ കുറച്ച് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ഡേറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 75,600 എന്ന് വരും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ ഈ സംഗതി എടുത്തത്. എന്താണ് ഈ രണ്ട് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഓപ്പണിംഗ് ഡേറ്റും എടുത്തത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്നാണ്. സബ്സ്ക്രിപ്ഷന്റെ അഡ്ജസ്റ്റ്മെന്റ് തീർന്നോ എന്ന് ചോദിച്ചാൽ നമ്മൾ വീണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നോക്കി. സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ
നമ്മൾ പറഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ വല്ലതും പറയുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് 12,000 എന്ന്. അപ്പൊ 31/3/2000 ഇപ്പൊ ക്ലോസിംഗ് ഡേറ്റ് എന്ന് എങ്ങനെയാ മനസ്സിലായത്? 31/3/2019 ആണ്. അതായത് 18-19 ആണ് നമ്മുടെ വർഷം. അപ്പൊ 31/3/2019 എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പൊ അവിടെ എത്രയാണ്? 12,000 രൂപ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് അത് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത എന്താണ് നമുക്ക് വേണ്ടത്? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. അപ്പൊ ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്താണ് ചെയ്യേണ്ടത്? ഉടനെ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് ഒന്ന് റെഫർ ചെയ്യാം. നമ്മുടെ ചാർട്ടിൽ പറയുന്നത് ഓപ്പണിംഗ് അഡ്വാൻസ് കൂട്ടണം, ക്ലോസിംഗ് അഡ്വാൻസ് കുറയ്ക്കണം, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കുറയ്ക്കണം, അതേപോലെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടണം. അപ്പൊ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ക്ലോസിംഗ് ആണ്. ക്ലോസിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നമ്മളിപ്പം പരിഗണിച്ചത്. അത് കൂട്ടണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗിൽ വന്ന ഈ എമൗണ്ട്, അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്, അത് ആ എമൗണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് എമൗണ്ട് എന്ന് പറയുന്നത് 12,000 ആണ്. ആ 12,000 നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ ആ 12,000 നമ്മൾ കൂട്ടുന്നു. അപ്പൊ നമ്മുടെ ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പിന്നെ കൂട്ടുകയാണ് വേണ്ടത്. കൂട്ടിയതിന് ശേഷം നമ്മൾ ആ എമൗണ്ട് എടുത്ത്, സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള എമൗണ്ട് എടുത്ത് പുറത്തേക്ക് എഴുതുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ നോക്കുകയാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഓരോ കാര്യങ്ങൾ നോക്കിയാണ്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എടുത്തു, ഇത് പരിഗണിച്ചു. പക്ഷേ ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതേണ്ട കാര്യമില്ല. സബ്സ്ക്രിപ്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എഴുതി. ഇനിയുള്ളത് ഡൊണേഷൻ ആണ്. ഇപ്പൊ ഡൊണേഷൻ സാധാരണഗതിയിൽ നമ്മൾ ജനറൽ ഡൊണേഷൻ ആണെന്നുണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതേണ്ടത്. പക്ഷെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഡൊണേഷനെ കുറിച്ച്. ജനറൽ ആണോ സ്പെസിഫിക് ആണോ എന്ന് പറഞ്ഞില്ല. പക്ഷെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് ഡൊണേഷനെ കുറിച്ച്. അത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് എന്താണ്? 1/3 ഓഫ് ഡൊണേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻകം എന്നാണ്. എന്ന് വെച്ചാൽ 3/1 നമ്മൾ ഇൻകം, അതായത് 3/1 ഭാഗം, ഡൊണേഷന്റെ 3/1 ഭാഗം ഇൻകം ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഡൊണേഷന്റെ 3/1 ഭാഗം ഇൻകം ആണ്. ഇൻകം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3/1 ഭാഗം എടുത്തിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതണമെന്നാണ്. അപ്പൊ ഇവിടെ ഡൊണേഷൻ എന്ന് പറയുന്നത് 51,000 ആണ്. അപ്പൊ നമ്മൾ എടുക്കുക, അതിന്റെ 3/1 ഭാഗം നമ്മൾ എടുക്കാൻ പോവുകയാണ്. 3/1 ഭാഗം നമ്മൾ എടുത്തിട്ട് അത് ഇൻകം ആയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ അടുത്ത് ഇവിടെ പരിഗണിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഡൊണേഷൻ ആണ്. ഡൊണേഷന്റെ 3/1 ഭാഗം 51,000 ആണ് ആകെയുള്ള ഡൊണേഷൻ. അതിന്റെ 1/3 3/1 ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? 3/1 ഭാഗം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതണമെന്നാണ് പറഞ്ഞത്. അതായത് 27,000 രൂപ 17,000 രൂപ നമ്മൾ 17,000 രൂപ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതണം. കാരണം 3/1 ഭാഗമാണ് ഇൻകം ആയിട്ട് എഴുതാൻ പറഞ്ഞത്. 3/1 ഭാഗം നമ്മൾ ഇൻകം ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഗസീസ് ജനറൽ ആണ്. അപ്പൊ നമ്മൾ എവിടെ എടുക്കേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ തന്നെ എടുക്കണം. കാരണം ജനറൽ ലെഗസീസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ലെഗസീസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ലെഗസീസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്തു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്ന് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കാം. റെസീറ്റ് ആൻഡ് അപ്പൊ നമ്മൾ ലെഗസീസും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താ? സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ്. നമ്മൾ പറഞ്ഞു ഇത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്പോർട്സ് ഫണ്ട് പ്രത്യേകമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന സെയിൽസ് ഓഫ് സ്പോർട്സ് ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് ഉണ്ട്. അത് നമ്മുടെ വരുമാനമാണ്. നമ്മൾ ഇവിടെ എടുക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുമാനമായിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഇൻകം സൈഡിലേക്ക് നമ്മൾ സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഡൊണേഷൻ ടു സ്പോർട്സ് ഫണ്ട് നമുക്ക് തീർച്ചയായും സ്പോർട്സ് ഫണ്ട് എഴുതാനുള്ളതാണ്. അപ്പൊ നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസീറ്റ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ഈ സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞു.
ഇത് പിന്നെ ഈ പറയുന്ന സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റും ഡൊണേഷൻ ടു സ്പോർട്സ് ഫണ്ടും ഒക്കെ സ്പോർട്സ് ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പേയ്മെന്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ സാലറീസ് ആണ് ആദ്യം എടുക്കേണ്ടത്. സാലറീസിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് എവിടെ പറയുന്നത്? നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷനിലല്ല പറയുന്നത്. അഡീഷണൽ ഇൻഫർമേഷനിൽ സാലറിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലെ. ഇവിടെയാണ് സാധാരണ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്, അവിടെ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മുടെ സാലറിയെ കുറിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് എവിടെയാണ് പറഞ്ഞത്? അഡ്ജസ്റ്റ്മെന്റ് രണ്ട് രീതിയിൽ തരാം. നിങ്ങൾക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് തരാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലാണ് ആ സാലറിയെ സംബന്ധിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞത്. എന്താണ്? സാലറി ഔട്ട്സ്റ്റാൻഡിങ് 400 ഓപ്പണിംഗ് ഡേറ്റിലുണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന സംഗതി അവിടെ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഈ സാലറി ഔട്ട്സ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. നമ്മുടെ സാലറി എത്രയാണ്? 21,000 ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ ആ സാലറി 21,000 എന്നുള്ളത് നമുക്ക് ഈ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് ഒന്ന് എഴുതിയാലോ? അപ്പൊ സാലറി 21,000 എന്നുള്ള കാര്യം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അല്ലെ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് നമുക്ക് ആദ്യം തന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പൊ ഇത് ഏതാണ്? ഓപ്പണിംഗ് ഡേറ്റിലുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്. ഓപ്പണിംഗ് ഡേറ്റിലുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 400. അതെന്താ ചെയ്യേണ്ടത്? അപ്പൊ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷന്റെ കാര്യം എടുത്ത് നോക്കിയാൽ മതി. സബ്സ്ക്രിപ്ഷനിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്താണ് ചെയ്യുന്നത്? അതേപോലെ തന്നെ നമുക്ക് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ചെയ്യാൻ സാധിക്കും. അതായത് സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്, ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. അപ്പൊ ഇതേ രീതിയിൽ തന്നെ സാലറി, ഇത് സബ്സ്ക്രിപ്ഷനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇത് നമുക്ക് സാലറിയിലും അപ്ലൈ ചെയ്യാം. ഓപ്പണിംഗ് ഡേറ്റിലുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കുകയാണ് വേണ്ടത്. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന പോലെ കുറയ്ക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റിൽ കിടക്കുന്ന ഈ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് അത് എത്രയാണ്? അപ്പൊ നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെ, അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് വേണ്ടത്. അതായത് ലെസ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ, അപ്പൊ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് 400 എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ചിട്ട് വേണം ഔട്ടർ കോളത്തിലായിട്ട് എഴുതേണ്ടത്. അപ്പൊ എത്ര വരുന്നു? 20,600 ആണ് നമ്മുടെ സാലറി വരുന്നത്. അപ്പൊ 400 കുറച്ചതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ ഔട്ടർ കോളത്തിൽ 20,600 എഴുതി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പിന്നെ എന്താണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പേയ്മെന്റ് സൈഡാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതേ സാലറി എടുത്തു. അപ്പൊ അത് നമ്മൾ എടുത്ത കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. സാലറി എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് സാലറി എടുത്തു. ഇനി അടുത്ത സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറിയെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. അപ്പൊ ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയാത്തത് കൊണ്ട് എന്ന എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും എവിടെ എടുക്കേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സ്റ്റേഷനറി എടുക്കണം. ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. 2,400 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുന്നു. അപ്പോ സ്റ്റേഷനറി 2,400 നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് എക്സ്പെൻസ് ഈ സംഗതി നമ്മൾ എടുക്കുന്നില്ല. എന്താ കാര്യം? സ്പോർട്സിന് പ്രത്യേക ഫണ്ട് ഉണ്ട്. അതുകൊണ്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻകംസ് അതായത് സെയിൽ ഓഫ് സ്പോർട്സ് ടിക്കറ്റ്, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളെല്ലാം ഫണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്റർടൈൻമെന്റ് എക്സ്പെൻസ് തീർച്ചയായിട്ടും അതൊരു എക്സ്പെൻസ് ആണ്. അത് നമ്മൾ എവിടെ എഴുതണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതണം. എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ദൈനംദിന ചെലവുകളിൽ ഒന്നാണ്. അത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതണം. ഓക്കെ, അപ്പൊ നമ്മുടെ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് നമ്മളിപ്പം പറഞ്ഞതുപോലെ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് എടുത്ത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫർണിച്ചറിനെ സംബന്ധിച്ച് ഡിപ്രീസിയേഷൻ ആണുള്ളത്. അത് നമുക്ക് നോക്കാം. ഇനി വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ 8% ഇൻവെസ്റ്റ്മെന്റ് കണ്ടോ, ഇവിടെ ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മൾ നിക്ഷേപം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോഴും ഇതേപോലെ നമ്മൾ ചെയ്തതാണ്. അതായത് ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ഡേറ്റ് പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ പറയാതെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകളാണ് ഈ ഡേറ്റ് പറയുന്നതെല്ലാം. അപ്പൊ പിന്നെ സ്പോർട്സ് എക്യുപ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത് ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ 8% ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഗതിയില്ലേ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു എന്താ പറയുക, ഒരു ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് പറയാതെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് ഇത് നമുക്ക് എടുത്തതിന് ശേഷം ഫർണിച്ചറിന്റെ നമുക്കിവിടെ അഡീഷണൽ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ആദ്യം വന്നത്. അത് നമ്മൾ എടുത്തു. ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങിനെ കുറിച്ചുള്ള എടുത്തു കഴിഞ്ഞു. ഡൊണേഷനെ കുറിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ എടുത്തു കഴിഞ്ഞ എല്ലാം നമ്മൾ വരയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പിന്നീട് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ, ഡിപ്രീസിയേഷൻ. ഫർണിച്ചറിന് കൊടുക്കാനുള്ള ഡിപ്രീസിയേഷൻ അത് നമുക്ക് നോക്കാം. ഈ ഫർണിച്ചറിന് കൊടുക്കാനുള്ള ഡിപ്രീസിയേഷൻ ഉണ്ട്.
അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ ഹിഡൻ അഡ്ജസ്റ്റ്മെന്റ്, പറയാതെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ, 8% ഇൻവെസ്റ്റ്മെന്റ്, ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇതിന്റെ പലിശ കിട്ടാനുണ്ടെന്നാണ്. 8% ഇൻവെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 8% പലിശ കിട്ടണം. പക്ഷെ പലിശ കിട്ടിയ കാര്യമൊന്നും നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പലിശ കിട്ടിയെങ്കിൽ നമ്മുടെ റെസീറ്റ് സൈഡ് ഈ കണ്ടേനെ അല്ലേ, ഈ റെസീറ്റ് സൈഡ് ഇതാണ് റെസീറ്റ് സൈഡ്. പലിശ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ടോ, പലിശ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ പറഞ്ഞേനെ. അതായത് ഈ പറയുന്ന നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ നിക്ഷേപിച്ചതിൽ നിങ്ങൾക്ക് പലിശ കിട്ടും. കാരണം 1/1/2019 നിങ്ങൾ നിക്ഷേപിച്ചത്. അപ്പോൾ അതിന്റെ പലിശ, ആ പലിശ നമുക്കത് ഇൻട്രസ്റ്റ് ഡ്യൂ ആണ്. അത് പറയാതെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് നമ്മുടെ ഈ 8% പലിശ 3 മാസം, അതായത് 2019 ജനുവരിയിലാണ് ഇത് നിക്ഷേപിച്ചത്. അതായത് 2019 നമ്മുടെ വർഷം അവസാനിക്കുന്നത് 31/3/2019 ആണ്. 31/3/2019 നമ്മുടെ വർഷം അവസാനിക്കുന്നത്. അപ്പം 1/1/2019 നിക്ഷേപിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം 31/3 അവസാനിക്കുന്നത്. അപ്പൊ ഇത് 1-ാം മാസം, 2-ാം മാസം, 3 മാസം, 3 മാസത്തേക്കുള്ള പലിശ നമുക്ക് കിട്ടേണ്ടതാണ്. അത് ഇൻട്രസ്റ്റ് ഡ്യൂ എന്ന് പറയും. കിട്ടാനുള്ള പലിശയാണിത്. കിട്ടിയിട്ടില്ല, നമുക്കത് കിട്ടാനുള്ള പലിശയാണ് ഇൻട്രസ്റ്റ് ഡ്യൂ. അത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാതെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതുമ്പോൾ പരിഗണിക്കേണ്ടതാണ്. അപ്പൊ അത് നമുക്കൊന്ന് എഴുതണം. അത് നമുക്കറിയാതെ എക്സ്പെൻഡിച്ചർ അല്ലാതെ ഇൻകം ആണ് അല്ലെ. പലിശ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ഇൻകം ആണ്. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് പൈസ നിക്ഷേപിച്ചു, ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടു, അപ്പൊ നമുക്ക് അതിൽ നിന്ന് പലിശ കിട്ടും. അതൊരു ഇൻകം ആണെന്നുള്ള കാര്യം പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എന്താണത്, ഇൻട്രസ്റ്റ്, നമ്മളിങ്ങനെ പറയും ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് തന്നെ നമ്മൾ പറയും. അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ 3 മാസത്തെ പലിശ കിട്ടണം. 3 മന്ത്, അതായത് 3 മാസത്തെ പലിശയാണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് 87,000 രൂപയാണ് നിങ്ങൾ നിക്ഷേപിച്ചത്. 87,000 രൂപയിൽ എത്ര ശതമാനമാണ് പലിശ കിട്ടേണ്ടത്? 8/100, 8% പലിശ കിട്ടേണ്ടത്. എത്ര മാസത്തേക്കാണ് നിങ്ങൾ എടുക്കേണ്ടത്? 3/12, 3 മാസത്തേക്ക് ഉള്ള പലിശയാണ് എടുക്കേണ്ടത്. 87,000 രൂപയാണ് ആകെ ഉള്ളത്. അതിൽ 87,000 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചത്. അതിൽ 8% പലിശ. 8% പലിശ എന്ന് പറയുമ്പോൾ 8/100 ഇൻറ്റു 3/12. നമുക്ക് എത്ര മാസത്തേക്ക് എടുത്താൽ മതി? 3 മാസത്തേക്ക് എടുത്താൽ മതി. അപ്പൊ നമ്മൾ 87,000 രൂപയ്ക്ക് 8% പലിശ വെച്ച് 8/100 3 മാസത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത് 1,740 രൂപയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് പറയാതെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇൻട്രസ്റ്റ് ഡ്യൂ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, പറയാതെ പറഞ്ഞതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നമുക്കത് മനസ്സിലാക്കി എടുത്തതാണ്. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് 8% ഇൻവെസ്റ്റ്മെന്റ് എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നാണ് അതിന്റെ ഡേറ്റ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പിന്നെ ഡേറ്റ് മുതൽ നമുക്ക് ഇതിന് പലിശ കിട്ടും. ആ പലിശ നമ്മൾ കണക്കാക്കി എഴുതും. ഇത് അഡ്ജസ്റ്റ്മെന്റിൽ പറയില്ല, അത് നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഫർണിച്ചറിനെ സംബന്ധിച്ചുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ്. പ്രൊവൈഡ് 5% ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അതായത് ആദ്യം തന്നിരിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ ഒരു ഫർണിച്ചർ ഉണ്ട്. എത്രയാണ്? 40,000 രൂപ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഫർണിച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫർണിച്ചർ 40,000 രൂപ. ഓക്കെ, ഫർണിച്ചർ എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ 40,000 രൂപ കാണിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് അതുകൂടാതെ നമ്മൾ ഫർണിച്ചർ പുതിയതായിട്ട് വാങ്ങിയിട്ടുമുണ്ട്. 1/10/2018 നമ്മൾ ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട് 34,500 രൂപയുടെ. അപ്പൊ നമുക്ക് അത് 1/10/2018 നമ്മൾ ഫർണിച്ചർ വാങ്ങിയത്. അപ്പൊ ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്കൊരു ഫർണിച്ചർ കിടപ്പുണ്ട് 40,000 രൂപ. ഫർണിച്ചർ ഓൺ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 40,000 രൂപയാണ്. അപ്പം നമ്മുടെ ഫർണിച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറയേണ്ടത്? അതായത് ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് ഫർണിച്ചർ ഓൺ ഓപ്പണിംഗ് ഡേറ്റ്, അതായത് നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിൽ 40,000 രൂപയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കം മുതൽ 40,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്. അപ്പോൾ ഫർണിച്ചറിന് എത്ര ശതമാനം ഡിപ്രീസിയേഷൻ കൊടുക്കാനാ പറഞ്ഞേ? 5% ഡിപ്രീസിയേഷൻ കൊടുക്കാനാ പറഞ്ഞേ. അപ്പൊ ഇതിന് നമുക്ക് 5% ഡിപ്രീസിയേഷൻ കൊടുത്താലോ? അതായത് 40,000 നമ്മളതിനെ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 5/100. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എത്ര വരും? അത്
40,000-ന്റെ 5/100 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 200 രൂപയാണ് വരുന്നത്. ഓക്കെ, സോറി 200 അല്ല, നമുക്ക് 2000 രൂപയാണ്. ഇത് 40,000-ന്റെ 5% എന്ന് പറയുമ്പോൾ 2000 രൂപയാണ് വരുന്നത്. അപ്പൊ 2000 രൂപയാണ് നമ്മളുടെ ഓപ്പണിംഗ് ഡേറ്റ് ഉള്ള ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റ് മാത്രമാണ്, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രമാണ് ഈ ഫർണിച്ചർ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഓപ്പണിംഗ് ഡേറ്റിൽ ഉള്ള ഫർണിച്ചർ മാത്രമേ ഉള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ 2000 എടുത്താൽ മതി. പക്ഷെ നമ്മൾ രണ്ടാമത് ഫർണിച്ചർ വീണ്ടും വാങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഇൻകം ആൻഡ് അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലുള്ള ഈ ഫർണിച്ചർ 40,000 അത് തുടക്കം മുതൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മളിത് 12 മാസം ഉപയോഗിച്ച് കാണുമല്ലോ. തുടക്കം മുതലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4/2018 മുതലുണ്ട്. അതായത് വർഷത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ 31/3/2019 12 മാസവും നമ്മൾ ഇത് ഉപയോഗിച്ചു. അപ്പോൾ ഒരു വർഷം മുഴുവൻ ഉള്ള ഡിപ്രീസിയേഷൻ 40,000 രൂപയ്ക്ക് ഒരു വർഷം മുഴുവൻ ഡിപ്രീസിയേഷൻ കൊടുക്കണം. പക്ഷെ വീണ്ടും നമ്മൾ ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ എവിടാ കിടക്കുന്നത്? ഈ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം, വീണ്ടും ഒരു ഫർണിച്ചർ പറയുന്നുണ്ട് 34,500. അത് 1/10/2018 വാങ്ങിയതാണ്. അതായത് നമ്മുടെ എന്താണ് വർഷം കുറെ മുന്നോട്ട് പോയിട്ട്, അതായത് ഒക്ടോബർ 1-ാം തീയതി 2018 ഒക്ടോബർ 1-ാം തീയതിയാണ് ഇത് വാങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിയിട്ട് എത്ര നാൾ ഇത് ഉപയോഗിച്ചു? അതായത് 10-ാം മാസം, 11-ാം മാസം, 12-ാം മാസം, പിന്നീട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് 6 മന്ത് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. 6 മന്ത്. എങ്ങനെയാ 6 മന്ത് വന്നത്? 6 മന്ത് എങ്ങനെയാണ് വന്നത്? 1/10/2018 മുതൽ. അപ്പം ഒക്ടോബർ, നവംബർ, ഡിസംബർ 2018 3 മാസം. പിന്നെ നമുക്ക് വർഷം അവസാനിക്കുന്ന 31/3/2019 അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 6 മാസത്തേക്ക് നമ്മൾ ഈ 34,500 രൂപ ഉപയോഗിച്ചു. അപ്പൊ അതിന്റെയും നിങ്ങൾ എന്ത് കാണേണ്ടി വരും? ഡിപ്രീസിയേഷൻ 6 മാസത്തേക്ക് കാണേണ്ടി വരും. അപ്പൊ അതും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ഫർണിച്ചർ ഓപ്പണിംഗ് ഡേറ്റ് പറഞ്ഞു, പിന്നീട് ന്യൂ ഫർണിച്ചർ വാങ്ങിയത്. അപ്പൊ നമുക്ക് ന്യൂ ഫർണിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിച്ചിട്ടിരിക്കുന്ന ഫർണിച്ചർ 34,500 രൂപയാണെന്ന് നമുക്കറിയാം. ഈ 34,500 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിന് 5% തന്നെയാണ് പലിശ, അല്ലെ? ഇൻറ്റു 5/100 തന്നെയാണ്, 5% തന്നെയാണ് പലിശ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നമ്മളിത് ഒരു വർഷം മുഴുവൻ എടുക്കേണ്ട, പകരം എത്ര എടുത്താൽ മതി? 6 മാസം ആണ് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 മാസമാണ് നമ്മളിത് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര മാസത്തേക്ക് കണ്ടാൽ മതി? ഇൻറ്റു 6/12, അതായത് 6 മാസത്തേക്ക് നമ്മൾ കണ്ടാൽ മതിയാകും. അപ്പൊ ഇത് ഏകദേശം റൗണ്ട് ചെയ്ത് വരുമ്പം 863 എന്ന് വരും. നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ 860, അതായത് നിങ്ങൾ കണ്ടുപിടിച്ചു 34,500 രൂപയ്ക്ക് 5% ഡിപ്രീസിയേഷൻ വെച്ച് 6 മാസത്തേക്ക് 863. അപ്പൊ 2000 രൂപ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഫർണിച്ചറിന് പുതിയതായിട്ട് വാങ്ങിയ 863 കൂടെ ചേർത്ത് ആകെ ഡിപ്രീസിയേഷൻ എത്ര കൊടുക്കണം? 2,863 രൂപയാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് അത് എഴുതുന്നു. എന്താണ്? ഡിപ്രീസിയേഷൻ ടു ഫർണിച്ചർ. അപ്പൊ ഡിപ്രീസിയേഷൻ ടു ഫർണിച്ചർ എന്ന് എഴുതിയിട്ട് നമ്മൾ എത്രയാണ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചില്ലേ? 2,860, 2000 പ്ലസ് 863, അങ്ങനെ 2,863 രൂപയാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഡിപ്രീസിയേഷൻ നമ്മൾ എടുത്ത് ഇവിടെ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എഴുതിയിരിക്കുന്നു. നമുക്ക് ഇനിയിപ്പം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റങ്ങളും എടുത്തു. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ട എല്ലാ ഐറ്റങ്ങളും എടുത്തു. അതേപോലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള പിന്നെ എന്താണ് അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാം നമ്മൾ എടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരച്ചത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് പലിശ കിട്ടേണ്ടല്ലേ, ആ പലിശ എടുക്കേണ്ടല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാവും. പക്ഷെ ഇതിന് എന്താണ് എന്തെങ്കിലും പലിശ ഉണ്ടെന്നോ അല്ലെങ്കിൽ വരുമാനം കിട്ടണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് പരിഗണിക്കാത്തത്. ഫോർ എക്സാമ്പിൾ ഇവിടെയും 8% ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റിന് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ തുടക്കം മുതലുള്ള പലിശ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെയും കൂടെ പലിശ എടുക്കേണ്ടി വന്നേനെ. എങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെയും 8% ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ രണ്ടാമതിട്ട ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ 3 മാസം കൂട്ടിയതുപോലെ തുടക്കത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനും പലിശ കൂട്ടിയെടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ അതിന്റെ എത്ര പെർസെന്റേജ് ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതിന്റെ തുടക്കത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ പലിശ കാണുന്നില്ല. അന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ബാക്കി പറയുന്ന എല്ലാ ഐറ്റങ്ങളും ഇവിടെ പരിഗണിച്ചിട്ടുണ്ട്.
ഇനി ഇത് വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അക്കൗണ്ട് ബാലൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയും സർപ്ലസ് തന്നെയാണ് വരുന്നത്, എത്രയാണ് സർപ്ലസ് വരുന്നത് എന്ന് കണ്ടെത്തണം. ഓക്കെ, താങ്ക് യു.